الحمد لله الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون. പ്രിയ സത്യവിശ്വാസിനികളെ വിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതിശക്തമായ കോരിച്ചൊരിയുന്ന മഴയുടെ ആലസ്യം വിട്ടൊഴിയാത്ത ഒരു ഉച്ച സമയത്താണ് അള്ളാഹുവിന്റെ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും പല മഴക്കെടുതികളുടെ വാർത്തകളും പല മരണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധി ദിവസങ്ങൾ അവധി പ്രഖ്യാപനത്തിലേക്ക് നീളുകയാണ്. സ്വാഭാവികമായും ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ചില ചിന്തകളിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ചു കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ അതിനെപ്പറ്റിയുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതാണ്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതി കേൾപ്പിച്ച സൂറത്തുർ റൂമിലൂടെ അല്ലാഹു തആല അവന്റെ ദൃഷ്ടാന്തമായി എണ്ണിപ്പറയുന്നുണ്ട്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് യുരീക്കുമുൽ ബർഖ, നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹു തആല അയക്കുന്ന മിന്നലുകളെ, ഖൗഫൻ വതമഅ, നിങ്ങൾക്കത് ഭയപ്പാടുണ്ടാക്കുന്നതാണ്, എന്നാൽ അതിന്റെ കൂടെ ഒരു പ്രതീക്ഷയുമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു വയുനസ്സിലു മിനസ് സമാഇ മഅ, ഉപരിഭാഗത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കി തരികയും ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ ഭൂമിയെ അതിനുശേഷം അല്ലാഹു തആല ജീവസുറ്റതാക്കി മാറ്റുമ്പോ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ,
തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹുവിന്റെ മഴത്തുള്ളി വന്ന് വീഴുമ്പോ ആ ഭൂമി സജീവമായി പിന്നീട് കടന്നു വരുമ്പോ ചിന്തിക്കുന്ന ആളുകൾക്കതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കി തരുന്നവൻ അല്ലാഹുവാൻ. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, എന്നിട്ട് നിർജീവമായ ഭൂമിയെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ, കേൾക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ ഈ വചനങ്ങളിൽ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി തരികയാണ്. ചിന്തിക്കാൻ, ആലോചിക്കാൻ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹുവിന്റെ മഴത്തുള്ളികൾ സജീവത നൽകുമ്പോ ആ മഴയിൽ നിങ്ങൾക്ക് പാഠമുണ്ടെന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിശുദ്ധ ഖുർആനിന്റെ ചില പോയിന്റുകൾ മാത്രം എണ്ണമിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു മഴ വന്ന് വീഴുമ്പോ അതുകൊണ്ട് സസ്യലതാദികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോ അല്ലാഹു തആല നമ്മളോട് നൽകുന്ന ഒന്നാമത്തെ പാഠം മരണശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ പാഠമാണ് എന്ന് ഖുർആൻ, അള്ളാന്റെ വിശുദ്ധ ഖുർആനാണ്. ഒരുപാട് മഴ ആസ്വദിക്കുന്നുണ്ട്, അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട്. പക്ഷെ ആ ചിന്ത നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ? അല്ലാഹു തആല പറയാൻ വിശുദ്ധ ഖുർആൻ, ആകാശത്ത് നിന്ന് അല്ലാഹു തആല മഴ തരുമ്പോ വല്ലാഹുല്ലദീ അർസല റിയാഹ, അല്ലാഹു തആല കാറ്റുകളെ അയക്കുന്നവനാണ്. ഫതുസീറു സഹാബാ, അവ കാർമേഘങ്ങളെ ചലിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ്. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്ത്, നിർജീവമായ ഭൂമിയിലേക്ക് ആ കാർമേഘങ്ങളെ നയിച്ചു കൊണ്ടുപോകുമ്പോ ഫഅഹ്യൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായി കിടക്കുന്ന ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമി ആ മഴ കാരണത്താൽ അതിൽ നിന്ന് സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു പൊങ്ങുന്നുവെങ്കിൽ കദാലികൻ നുശൂർ, അപ്രകാരമാണ് നിങ്ങളുടെയും മടക്കമെന്ന് അല്ലാഹു തആല. നമ്മൾ നോക്കുമ്പോ തരിശായി കിടക്കുന്ന ഒരു പുല്ല് പോലും ഇല്ലാത്ത ഭൂമികളെ അവിടെ അല്ലാഹു തആല പറയെ കാറ്റുകൾ അല്ലാഹു തആല അയക്കുന്നു. ആ കാറ്റുകൾ കാർമേഘങ്ങളെ നയിച്ചു കൊണ്ടുവരാൻ. എന്നിട്ട് അല്ലാഹു തആല സസ്യങ്ങളില്ലാത്ത നിർജീവമായ ഭൂമിയിൽ അള്ളാന്റെ മഴ വന്ന് വീഴുമ്പോ അവിടെ സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ജീവസുറ്റൊരു ജീവിതത്തിന് ശേഷം 6 അടി മണ്ണിലേക്ക് മടങ്ങിപ്പോകുമ്പോ ആ മണ്ണിനോട് ശരീരങ്ങൾ ലയിച്ചില്ലാതായി പോകുമ്പോ ശരീരത്തിന്റെ അസ്ഥികൾ ഓരോന്നായി ഇല്ലാതെയായി മണ്ണിലോട് ലയിച്ച് പരിപൂർണമായി തീരുമ്പോ അല്ലാഹു തആല പറയാ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന സസ്യത്തിന്റെ വിത്തുകളിൽ നിന്ന് ഒരു മഴത്തുള്ളി വന്ന് വീഴുമ്പോ അതിൽ നിന്നൊരു സസ്യം ഇങ്ങനെ നിർഗളിച്ച് പൊങ്ങുന്നില്ലേ? അതുപോലെ നിങ്ങളുടെ ശരീരം മണ്ണിനോട് ലയിച്ചു പോകുമ്പോ നട്ടെല്ലിന്റെ താഴെ കടുകുമണി വലിപ്പത്തിൽ അല്ലാഹു ബാക്കി വെക്കുന്ന നമ്മളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രണ്ടാമത് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഒരു മടക്കം നിങ്ങൾക്കുണ്ട് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ അല്ലാഹു സൂറത്ത് റൂമിലൂടെ പറയാൻ, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, അല്ലാഹു തആല ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്നവനാണ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും കൊണ്ടുവരുന്നവനാണ്. വയുഹ്യിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായതിനു ശേഷം ഭൂമിയെ സജീവമാക്കുന്നവൻ അല്ലാഹുവാണ്. എന്നിട്ട് റബ്ബ് പറയാ, വകദാലിക, അപ്രകാരമാണ് തുഖ്റജൂൻ, നിങ്ങളെയും കൊണ്ടുവരുന്നത്. നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ. മനസ്സിലാവുണ്ടോ? നമ്മുടെ മക്കളൊക്കെ ചില സമയങ്ങളിൽ തമാശക്ക് വേണ്ടി നമ്മളോട് ചോദിക്കലുണ്ട്, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന്. നമ്മൾ പറയും കോഴിയാണെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, കോഴിമുട്ടല്ലാതെ കോഴി ഉണ്ടാവും? അത് കോഴിമുട്ടയാണെന്ന് പറഞ്ഞാൽ അവർ പറയും കോഴിയില്ലാതെ മുട്ട ഉണ്ടാവും. പ്രിയമുള്ളവരെ, ജീവനുള്ള ജീവജാലങ്ങളിൽ നിന്ന് അവക്കുള്ള മുട്ടയെ കൊടുത്തവൻ, ആ ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ഒരു ജീവനെ കൊണ്ടുവന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിന്ന് ബീജഗണങ്ങളെ കൊണ്ടുവരുന്നു, ബീജഗണത്തിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുവരുന്നു. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് ജീവനെ കൊണ്ടുവരുന്നുവെങ്കിൽ അതേപോലെ നിങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ. അതുകൊണ്ട് ഓരോ മഴ വരുമ്പോ നമ്മുടെ പുൽമേടുകൾ കൊണ്ട് വീടിന്റെ പരിസരങ്ങളെ നിറയുമ്പോ ഓർക്കണേ, നമ്മൾ വിചാരിക്കും എത്ര പറിച്ചു കളഞ്ഞ പുല്ലാണ്, എത്ര വൃത്തിയാക്കിയ ഇടങ്ങളാണ്. ഇതുപോലെ ഭൂമിയിൽ ഒന്നുമല്ലാതായി പോയ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മഴ നൽകുന്ന പാഠമാണ്
രണ്ടല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു മഴ തൊട്ട് അടുത്ത മഴയുടെ കാലയളവിനിടയിലൂടെ ഒരു സസ്യങ്ങൾ ഇല്ലാതായി പോകുന്നത് പോലെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ ജീവിതവും നിസ്സാരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല പറയാൻ, വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, അവർക്ക് ജീവിതത്തിന്റെ ഉദാഹരണം റസൂലെ പറഞ്ഞു കൊടുക്കേണ്ടത് കമാ ഇന്നൻസൽനാഹു മിനസ് സമാ, അല്ലാഹു ഉപരിഭാഗത്ത് നിന്ന് ഇറക്കുന്ന ഒരു വെള്ളം പോലെ മാത്രമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ ഫഖ്തലത ബിഹി നബാത്തുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തസ്റൂഹു റിയാഹ്, ആ മഴത്തുള്ളിയോട് ഇടകലർന്ന് സസ്യങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ വളർന്നു പൊങ്ങുമ്പോ പിന്നീട് ഒരു കാറ്റോടുകൂടെ ആ സസ്യമങ്ങ് ഇല്ലാതായി പോകുന്നുവെങ്കിൽ വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ, അല്ലാഹു എല്ലാറ്റിനും അതുപോലെ ഓരോന്ന് കണക്കാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു മഴ പോലെ നിങ്ങളുടെ ജീവിതമുള്ളൂ. ഒരു സസ്യങ്ങനെ വളർന്നു വരുമ്പോ നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മുടെ വീടിന്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ഈ മഴയത്ത് സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചിട്ടുണ്ട്. ഉണങ്ങി വരണ്ട കിടക്കുന്ന ഭൂമിയിൽ കുറച്ച് നാൾ കഴിഞ്ഞ് വെയിലൊന്ന് കനക്കുമ്പോഴേക്ക് അതിങ്ങനെ ഒന്ന് ഉണങ്ങി വന്നൊരു കാറ്റോടെ തീരും. അത്രയുള്ളൂ നിങ്ങളുടെ ജീവിതമെന്ന്. ഇവിടെ മാത്രമല്ല കേട്ടോ അല്ലാഹു തആല പറഞ്ഞേ, സൂറത്തുൽ ഹദീദിന്റെ 20-ാമത്തെ ആയത്തിനും അല്ലാഹു തആല പറയുന്നുണ്ട്, അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് വെള്ളം വരാൻ, അഅജബൽ കുഫാറ നബാതുഹു, ആ മഴയത്ത് സസ്യങ്ങൾ മുളച്ചു പൊങ്ങുമ്പോ കർഷകർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന, എങ്ങനത് സംഭവിക്കുന്നത്? എന്നിട്ട് അല്ലാഹു തആല പറയാൻ, കർഷകർ പോലും അത്ഭുതപ്പെട്ടു പോവാൻ. ثم يهيج فتراه مصفرا ثم يكون حطاما, ആ സസ്യം ഇങ്ങനെ വളർന്നു വരുമ്പോ അതിനൊരു മഞ്ഞ നിറം ബാധിച്ചതായി നിങ്ങൾക്ക് കാണാം. ഒരു കാറ്റ് വന്നടിച്ച് വീശുന്നതോടുകൂടെ ആ സസ്യമങ്ങ് പരിപൂർണമായി നുരുമ്പിപ്പോകുന്നുവെങ്കിൽ അതുപോലെയാണ് മനുഷ്യരെ നിങ്ങളുടെ ആയുസ്സെന്ന് ഖുർആൻ. ഈ മഴയിലിങ്ങനെ മുളച്ചൊരു സസ്യം അത് വളർന്നു വരുന്നത് പോലെ നമ്മൾ വളർന്നു വന്നു. ആ സസ്യത്തിന് ഒരു മഞ്ഞ നിറം ബാധിക്കുന്ന പോലെ നമുക്കും ഒരു വാർദ്ധക്യം വന്നു. ഒരു കാറ്റോടുകൂടെ ആ സസ്യം ഇല്ലാതായി പോയെങ്കിൽ ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, നിങ്ങളുടെ റൂഹ് പിടിക്കാനായി ഏൽപ്പിക്കപ്പെട്ട മലക്കാരുണ്ടോ, ആ മലക്ക് നിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുന്ന. ഇതിലെ സൂറത്തുൽ കഹ്ഫില് നമ്മളിന്ന് പാരായണം ചെയ്തിരിക്കുന്ന ആളുകളാണ്. അല്ലാഹു തആല ഈ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തല്ല പറഞ്ഞെന്താ അറിയോ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. നമ്മൾ ഈ ചിന്തൊക്കെ മറന്നിട്ട് ഉടനെ നമ്മുടെ മക്കളും സമ്പത്തൊക്കെ അല്ലേ, അത് കേവലം ഐഹിക ലോകത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ് എന്നുകൂടെ അല്ലാഹു തആല അതിനിടയിലൂടെ ഓർമ്മപ്പെടുത്തി തരികയാണ് നമ്മളോട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹുവിന്റെ അടുക്കലാണ് നമുക്കുള്ള സ്ഥാനമുള്ളത്. ഓരോ പാഠങ്ങളും നമ്മളുടെ മുന്നിൽ വെച്ച് തന്നിട്ടാണ്. മാത്രമല്ല അല്ലാഹു തആല പറയാണ്, ആ മഴ എന്നുള്ളത് നിങ്ങൾക്കുള്ള അത്ഭുതമാണ് മഴ എന്നുള്ളത്. ചെറിയ LP ക്ലാസ് മുതൽ നമ്മൾ പഠിക്കും. സൂര്യന്റെ വെയിൽ തട്ടി കടലിലെ ജലങ്ങൾ ആവിയായി മുകളിലേക്ക് പോയി, അത് കാർമേഘങ്ങളായി രൂപാന്തരപ്പെട്ട് അതിനെ കാറ്റുകൾ നയിച്ചു കൊണ്ടുവന്ന് അത് പിന്നീട് പെയ്യുന്നതാണ് മഴ എന്ന് പഠിക്കാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു തആല പറയാ അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, കടലിലെ വെള്ളം ഉപ്പുജലമാണ്. ആ ഉപ്പുജലത്തിൽ നിന്ന് അതിന്റെ ആവിയായി പൊന്തി അതിനെ കാർമേഘങ്ങളാക്കി മനുഷ്യവാസങ്ങളുള്ളിടത്തേക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അല്ലാഹു തആല നയിച്ചു തരുന്നുവെങ്കിൽ അത്ഭുത പ്രതിഭാസമാണ് മഴ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ ശാസ്ത്രീയമായ സൗന്ദര്യം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 43-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയാൻ, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബാ, അലം തറ നീ കാണുന്നില്ലേ, അന്നല്ലാഹ യുസ്ജി സഹാബാ, അല്ലാഹു കാർമേഘങ്ങളെ പതുക്കെ പതുക്കെ തെളിക്കുന്നവനാണ്. പതുക്കെ തെളിച്ചു കൊണ്ടുപോകും കാർമേഘങ്ങളെ. ثم يؤلف بينه ثم يجعله ركاما, പിന്നെ അതിന്റെ ഇടയിലൂടെ അവൻ ഇണക്കമുണ്ടാക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അതിനെ അട്ടികളായി അടുക്കുകളായി അല്ലാഹു കാർമേഘങ്ങളെ മാറ്റുന്നുണ്ട്. ഫതറൽ വദക യഖ്റുജു മിൻ ഖിലാലിഹി, അതിനിടയിലൂടെ മഴ ഇങ്ങനെ പെയ്തിറങ്ങുന്നതായി കാണാം.
മാത്രമല്ല അല്ലാഹു പറയാണ് വയുനസ്സിലു മിനസ്സമായി മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദ്, ഹിമക്കട്ടികളായി കൂമ്പാരമായി മല പോലെ കിടക്കുന്നതിൽ നിന്ന് അല്ലാഹു ഉപരിഭാഗത്തുനിന്ന് ഹിമകണങ്ങളെ ഇറക്കുന്നവനാണ്. എന്നിട്ട് പറയാൻ അല്ലാഹു ആർക്കുദ്ദേശിക്കുന്നുവോ അവർക്ക് അല്ലാഹു നൽകുന്നുണ്ട്, ആർക്ക് പടച്ചോൻ കൊടുക്കില്ല എന്ന് വിചാരിക്കുന്നുവോ അവരിൽ നിന്ന് തിരിച്ചുവിടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ കണ്ണ് ചിമ്മിപ്പോകുമാറ് അല്ലാഹു നിങ്ങൾക്ക് മിന്നലുകളെയും നൽകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ശാസ്ത്രീയമായ സൗന്ദര്യം പറയുമ്പോ ആ ഉപ്പുവെള്ളത്തിന്റെ ലാഞ്ചനയില്ലാതെ ഏറ്റവും ശുദ്ധമായ വെള്ളത്തിന് അല്ലാഹു തആല നയിച്ച് അതിന്റെ ചലനത്തിന് അല്ലാഹു തആല പറഞ്ഞ് അതിനെ ഹിമഗണങ്ങളായി ജലങ്ങളായി നിങ്ങൾക്ക് ചൊരുമ്പോ അല്ലാഹുവിന്റെ അത്ഭുതമാണ്. അവിടെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹുവിനോട് ശുക്ർ പറയാൻ മാത്രമല്ല, ഏറ്റവും പരിശുദ്ധമായ ജലമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അല്ലാഹു പറയും. വഹുവല്ലദീ അർസല റിയാഹ ബുശ്റ, അല്ലാഹു തആല സന്തോഷ വാർത്തയായി കാറ്റുകളെ അയക്കുന്നവനാണ് അല്ലാഹു തആല. ബൈന യദൈ റഹ്മതി, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, ശുദ്ധമായ ജലമാണ് അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി നൽകിയത് എന്നുള്ളതാണ്. പ്രളയത്തിലൂടെ മനുഷ്യനെ മുഴുവൻ വെള്ളത്തിലൂടെ മുങ്ങിക്കിടക്കുമ്പോ നിങ്ങൾ നോക്കേ, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ എഴുതിയത് അവരുടെ മാതാവിന് വെള്ളം കൊടുക്കാൻ കണ്ണൻ ചിരട്ടയുടെ ഓട്ട വീണ ചിരട്ടയുടെ താഴെ വിരലുകൊണ്ട് പൊത്തിപ്പിടിച്ച് ആകാശത്ത് നിന്ന് ചൊരിയുന്ന വെള്ളത്തിനെ കാത്തുപിടിച്ചിരുന്നു എന്ന് പറഞ്ഞത്, പ്രിയമുള്ളവരെ, ചുറ്റുഭാഗം വെള്ളത്തിലൂടെ കിടക്കുമ്പോഴും ആ ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടാത്തതിന്റെ കുറവായിരുന്നുവെങ്കിൽ അല്ലാഹു തആല പറയാൻ, അവൻ തന്ന വലിയ നിഅമത്താണ് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളത്തിനെ അല്ലാഹു തആല നൽകി എന്നുള്ളത് പടച്ചോന്റെ വാക്കാണ്. മാത്രമല്ല അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, ഏറ്റവും ബറക്കത്തായ അനുഗ്രഹമായ ജലമാണ്. മാത്രമല്ല അതുകൊണ്ട് ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, നിങ്ങൾക്ക് തോട്ടങ്ങളെ തന്നു, കൊയ്തെടുക്കാനുള്ള വിളകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ആ മഴവെള്ളത്തിന്റെ അനുഗ്രഹമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, ഒരു ജീവന്റെ നിലനിൽപ്പ് പോലും ജലത്തിലാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി മഴ തന്നതുകൊണ്ടാണ് നമുക്ക് സസ്യലതാദികൾ ഉണ്ടായത്. ആ മഴ തന്നതുകൊണ്ടാണ് ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള വകുപ്പുണ്ടായത്. നമുക്ക് വേണ്ടി മാംസം തരുന്ന മൃഗങ്ങളാവട്ടെ, പാല് തരുന്ന മൃഗങ്ങളാവട്ടെ, അവയുടെ ജീവൻ നിലനിർത്താനും അവക്ക് മേഞ്ഞു ഭക്ഷിക്കുവാനും അല്ലാഹു തആല മഴ തന്നതുകൊണ്ടാണ്. അല്ലാഹു തആല പറയുന്നു, ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നവനാണ്. മാത്രമല്ല ലക്കും, നിങ്ങൾക്ക് വേണ്ടി, മിൻഹു ശറാബ്, അതിൽ നിങ്ങൾക്കുള്ള പാനീയമുണ്ട്, വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ, നിങ്ങൾ മേയ്ക്കുന്ന കാലികൾ പോലും തിന്നുന്ന മരങ്ങൾ വരെ അല്ലാഹു ആ മരം കൊണ്ട് നിങ്ങൾക്ക് തന്നതാണ്. യുംബിതുലക്കും ബിഹി സറ, അല്ലാഹു നിങ്ങൾക്ക് കൃഷികളെ തന്നില്ലേ, വസൈതൂൻ, ഒലീവ് തന്നില്ലേ, വന്നഖീൽ, ഈത്തപ്പനകളെ തന്നില്ലേ, വല്ലഅനാബ, മുന്തിരികളെ തന്നില്ലേ, വമിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും അല്ലാഹു തന്നത് ആ വെള്ളം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകളെ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള എല്ലാ ജീവന്റെ നിലനിൽപ്പും അല്ലാഹു തആല തന്നതാണ്. ഇനി മഴ എന്നുള്ളത് അല്ലാഹു ഒരുപാട് അനുഗ്രഹമായി അല്ലാഹു തആല എണ്ണിയിട്ടുണ്ട്. മതത്തിന്റെ നിലനിൽപ്പിന്റെ സഹായത്തിൽ പോലും നിങ്ങൾ നോക്കിയേ, ബദർ നടക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇത് യുഅശീകുമുന്നുആസ അമനതം മിൻഹു, അല്ലാഹു നിർഭയത്വത്തോടുകൂടെ ഉറങ്ങാൻ ആ സകലമാന സ്വഹാബത്തിനെയും അല്ല ഉറക്കിക്കിടത്തുമ്പോ അല്ല പറയാണ്, ബദറിൽ അല്ലാഹുവിന്റെ സഹായമുണ്ടായത്. വയനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്ന് അല്ലാഹുവിന്റെ മഴയാണ്. ലിയുത്വഹിറക്കും ബിഹി, അതുകൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്. ശൈത്താനിന്റെ മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യാനാണ്. നിങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാനാണ്. വയുസബ്ബിതു ബിഹിൽ അഖ്ദാം, നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താനാണ്. നിങ്ങളുടെ കാൽപാദങ്ങളെ, അഥവാ ബദറിലെ മുസ്ലിങ്ങൾ ടെന്റ് കെട്ടിയ സ്ഥലം ആദ്യം ശത്രുക്കൾക്ക് അനുകൂലവും മുസ്ലിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷെ ആ മഴ വന്നതോടുകൂടെ
അവർക്ക് ഉറച്ചുനിന്ന് പോരാടാൻ അവർ നിന്നിരുന്ന ഭാഗം അവർക്ക് സഹായമായി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു നിരാശയ്ക്ക് ശേഷമുള്ള സന്തോഷമാണ് നിങ്ങൾക്ക് മഴ എന്ന് അല്ലാഹു തആല. ഇപ്പൊ നമ്മളിങ്ങനെ പറയും, ശക്തമായ മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, വലിയ പ്രയാസാണ്. ഒരു മാസം പുറകിലെ ചൂടിന്റെ കാഠിന്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ. നമ്മളങ്ങനെ പറഞ്ഞിരുന്ന ആളുകളാണ്. അല്ലാഹു തആല പറയാൻ, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, നിങ്ങൾ നിരാശപ്പെട്ടതിന് ശേഷമാണ് അല്ലാഹു നിങ്ങളിലേക്ക് മഴ തരുന്നത്. വയൻഷുറു റഹ്മത്തുഹു, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു തആല വ്യാപിപ്പിക്കുകയാണ്. വഹുവൽ വലിയുൽ ഹമീദ്, അല്ലാഹുവാണ് ആ മഴയെ കൈകാര്യം ചെയ്യുന്നവൻ. അവൻ അല്ലാഹു എത്രയോ സ്തുത്യർഹനാണ്. അല്ലാഹു തആല ഒരുപാട് നിരാശപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി മഴ തരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു തന്ന അനുഗ്രഹം അല്ലാഹനെ ആരാധിക്കണമെന്നുള്ളത് എണ്ണിപ്പറയാൻ അല്ലാഹു പറഞ്ഞ വാക്കാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങാനുള്ള വിരിപ്പാക്കി തന്നില്ലേ. വസ്സമാഅ ബിനാഅ, ഉപരിഭാഗത്തെ മേൽക്കൂരയാക്കി തന്നില്ലേ. വഅൻസല മിനസ് സമാഇ മാഅ, ഉപരിഭാഗത്ത് അല്ലാഹു വെള്ളമിറക്കി തന്നില്ലേ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണമായി പാനീയമായി അതിന് റിസ്ഖുകളെ ഉൽപ്പാദിപ്പിക്കാൻ അല്ലാഹു തആല മഴ തന്നില്ലേ. അവിടെ ഒറ്റ പോയിന്റ് അല്ലാഹു പറയാൻ, ഈ തന്നവനാരാൻ? മഴ തന്നവനാരാ? അല്ലാഹുവാൻ. അതുകൊണ്ട് സസ്യലതാദികൾ മുളപ്പിച്ചു തന്നവനാരാ? അല്ലാഹുവാണ്. ഈ ഭൂമിയിൽ സുരക്ഷിതമായി ജീവിക്കാൻ നിങ്ങൾക്കുള്ള സൗകര്യങ്ങളെ തന്നവനാരാണ്? അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബ് പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ വെക്കല്ലേ, അല്ലാഹ്ക്ക് നിങ്ങൾ ഇടനിലക്കാരെ വെക്കല്ലേ. ഇതൊക്കെ തരുന്നവൻ അല്ലാഹുവാൻ. അല്ലാഹുവാൻ. ചില ആളുകൾക്ക് പറയും, മഴ പെയ്യിപ്പിക്കുന്ന ഇന്ന ആളാണ്, ഇന്ന മഹാനാണ്. അറിഞ്ഞോ അറിയാതെയോ കുത്തുബിയത്തൊക്കെ ചെല്ലുന്ന ആളുകള്, യാ കുത്തുബ അഹ്ലിസ്സമ വൽ അർളി ഔസഹുമ യാ ഫൈല ഐനൈ വജൂദൈഹിം വഔസഹുമ, ആകാശ ലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാന് എന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ലോകത്തെ തൗഹീദ് പഠിപ്പിച്ച ഒരു മഹാപണ്ഡിതനെ അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾ തമിഴ്നാട്ടുകാർ അദ്ദേഹത്തിന്റെ തലയിലൂടെ വെച്ചുകെട്ടിയപ്പോ മലയാളികൾ അതറിയാതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാൻ. അല്ലാഹുവിന്റെ ചോദ്യമല്ലേ, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന പാനീയത്തെ നിങ്ങൾ കാണുന്നില്ലയോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ കാർമേഘങ്ങളിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത്? അതല്ല നാമാണോ? ലൗ നശാഉ ജഅൽനാഹു ജാജാ, നാം ഉദ്ദേശിക്കുമായിരുന്നുവെങ്കിൽ കൈപ്പുള്ള ഉപ്പുവെള്ളമാക്കി അതിനെ മാറ്റുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും എന്തേ നിങ്ങൾ അല്ലാഹ്ക്ക് നന്ദി ചെയ്യുന്നില്ല? ഇറങ്ങണ വെള്ളം ശുദ്ധവെള്ള, മഴ പെയ്ത് കിട്ടുന്ന വെള്ളം നല്ല വെള്ളം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കടലിലെ ഉപ്പുവെള്ളത്തിൽ നിന്ന് പോയത് അല്ലാഹ് ചോദിക്ക, ഞാനൊന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജഅൽനാഹു ഉജാജ, കൈപ്പുള്ള ഉപ്പുവെള്ളമാക്കി ഞാൻ അതിനെ മാറ്റുമായിരുന്നു. അല്ലാഹ് തന്നില്ലല്ലോ. എല്ലാ നിലക്കും നിങ്ങളല്ലല്ലോ, ഞാനല്ലേ അതിനെ നിങ്ങൾക്ക് പെയ്യിപ്പിച്ചു തന്നത്. എന്നിട്ടും അല്ലാഹ് ചോദിക്കുന്നു, എന്തേ ആ അല്ലാഹ്ക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കേ, അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചാൽ അല്ലാഹ് പറഞ്ഞ ഒറ്റ വാക്കേയുള്ളൂ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഔറാ ഫമൻ യഅതികും ബിമാഇൻ മഈൻ. അല്ലാഹു തആല ആ വെള്ളത്തിനെ വറ്റിച്ചു കളഞ്ഞാൽ പിന്നെ ആരുണ്ട് നിങ്ങൾക്ക് ആ ഉറവജലത്തെ നൽകുവാൻ? പിന്നെ ആരുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വെള്ളം നൽകാൻ? അല്ലാഹു തീരുമാനിക്കുന്നത് അതിനെ വറ്റിച്ചു കളയണമെന്ന് തീരുമാനിച്ചാൽ ഒരു മഹാരഥന്മാരെന്ന് വിളിക്കുന്നവരാകട്ടെ, ആരാണ് വെള്ളം തരുന്നവരെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരാകട്ടെ, ഒരാൾക്ക് പോലും നിങ്ങൾക്ക് ജലം തരാൻ കഴിയില്ല എന്ന് അല്ലാഹു തആല സൂറത്ത് മുൽക്കിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോ ആര് തരും വെള്ളം? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് റബ്ബിനോട് നന്ദിയുള്ളവരായി മാറാൻ ഒരിക്കലും നന്ദി കേട് കാണിക്കരുത്. എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലൂടെ കടന്നു വരണം, ഒരുപക്ഷേ ആ മഴ ശിക്ഷയായിട്ടും കടന്നു വന്നേക്കാം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു അനുഗ്രഹത്തിന് മറുപുറം അദാബാണ്, തീ അനുഗ്രഹമാണ്, അമിതമായാൽ ശിക്ഷയാണ്. ജലം അനുഗ്രഹമാണ്, അമിതമായാൽ പരീക്ഷണമാണ്.
അല്ലാഹു തആല പല സമൂഹങ്ങളെയും അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോ അതേ വെള്ളം കൊണ്ട് പ്രിയമുള്ളവരെ ഒരു വീട്ടില് എവിടെയാണ് അടുപ്പ് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുമ്പോ നമ്മൾ പറയും നനവനുഭവപ്പെടാത്തിടത്ത്, വെള്ളം വരാത്തിടത്താണ് അടുപ്പ് വെക്കുന്നതെങ്കിൽ നൂഹ് നബിയുടെ ജനതയെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോ വഫാറത്തന്നൂർ, അടുപ്പുകൾ വരെ പൊട്ടിയൊലിക്കുന്ന രംഗമുണ്ടായി. അല്ലാഹു കുത്തിച്ചെരിയുന്ന പേമാരി കൊടുത്തു. ജലപ്രളയമുണ്ടായി. അടുപ്പുകളിൽ നിന്ന് വരെ വെള്ളം നിർഗളിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അദാബുകൾ വന്നത് ആ രീതിയിലാണ്. അതുപോലെ തന്നെ സമൃദ്ധമായ വെള്ളത്താൽ അനുഗ്രഹമായി തീർന്നിരുന്ന സബഇന്റെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മ ചെയ്യുമ്പോ അല്ലാഹു അവരെ നശിപ്പിച്ചതും വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സബയിലെ ആ ആയത്തുകളെ 15 ശേഷം വായിക്കാൻ സാധിക്കും. അല്ലാഹു അവരെയും നശിപ്പിച്ചത് ഒരു വെള്ളം കൊണ്ടാണ്. സ്വർഗരതിക്കാരായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത അല്ലാഹു തആല നശിപ്പിച്ചത് വെള്ളത്തിന് പകരം കല്ല് മഴ പെയ്യിച്ചിട്ടാണ്. അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹ്ക്ക് നന്ദികേട് കാണിക്കാൻ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അതിനും അല്ലാഹു കഴിവുള്ളവനാണ്. ഫജഅൽനാഹ ആലിഹ സാഫിലഹ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയും, വഅംതർന അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ട് അവരുടെ മേൽ മഴയായി വർഷിപ്പിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ അദാബുകൾ അവരിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ശക്തമായ കാറ്റുകൾ ഉണ്ടാകുമ്പോ, ശക്തമായ മഴകൾ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഭയപ്പാടുകൾ തന്റെ സ്വഹാബത്തിനോട് പ്രകടിപ്പിച്ചിരുന്നു. അല്ലാഹുവിന്റെ അദാബുകൾക്കുള്ള സൂചനകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാഠമായി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നന്ദി ചെയ്യാനുള്ള മനസ്സില്ലയോ? നമ്മൾ ഓർക്കണം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ മഴ വരുന്ന സന്ദർഭങ്ങളിലൂടെ പറഞ്ഞിരുന്നു, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, അല്ലാഹു എന്നെ പരീക്ഷിക്കാനായി തരുന്ന മഴയാണിത്. അഷ്കുറു അം അക്ഫുർ, ഞാൻ അല്ലാഹ്ക്ക് നന്ദി ചെയ്യുന്നുവോ അതല്ല നന്ദികേട് കാണിക്കുന്നുവോ എന്ന് പരീക്ഷിക്കാനായി തരുന്ന മഴയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കിണറുകളിലൂടെ നാം ഉപയോഗിക്കുന്ന വെള്ളമില്ലയോ? അല്ലാഹു പറയുന്നു, അൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫസ്കന്നാഹു ഫിൽ അർള് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ. ഉപരിഭാഗത്തു നിന്നുള്ള വെള്ളമിറക്കിന്ന് മാത്രമല്ല, തോതനുസരിച്ച്, അളവനുസരിച്ച്. അളവിൽ കൂടുതൽ വരുമ്പോ പരീക്ഷണമായി, ശിക്ഷയായി. ആ തോതനുസരിച്ച് തന്ന വെള്ളമില്ലയോ? പിന്നെ അല്ലാഹു തആല പറയാ, ഫസ്കന്നാഹു ഫിൽ അർള്, ഭൂമിയിൽ അതിനെ കെട്ടി നിർത്തി. നമ്മുടെ കിണറുകളിൽ വെള്ളമുണ്ടായി, മഴയില്ലാത്ത സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ. പക്ഷെ ഇനിയും നന്ദികേട് തുടരാനുള്ള ഭാവമുണ്ടോ നിങ്ങൾക്ക്? വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അതിനെ ഇല്ലാതാക്കി കളയാൻ, അതിനെ നിർമാർജനം ചെയ്യാൻ ഞാൻ കഴിവുള്ളവനാണ്. അല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാൻ, അള്ളാന്റെ ഓർമ്മപ്പെടുത്തലാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് വേണ്ടി നന്ദി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വിശ്വാസം എന്നുള്ളത് അതിപ്രധാനമാണ്. അള്ളാഹിനോട് മഴക്ക് എതിരിൽ പോലും നമ്മൾ കാരണങ്ങളിൽ അവലംബിക്കാൻ പാടില്ല. നമ്മൾ പറയും ഞാറ്റുവേലായതുകൊണ്ട് മഴ ഉണ്ടായി എന്ന് നമ്മൾ പറയും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും ഇങ്ങനെ ന്യൂനമർദ്ദം വന്നുകൊണ്ട് മഴ ഉണ്ടായി എന്ന് പറയും. കാരണങ്ങളെ നമുക്ക് പറയാം. ഇന്ന സീസണിൽ വരുന്ന മഴയെന്ന് പറയാം. ന്യൂനമർദ്ദമാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വിഷയം കുഫറിലേക്ക് മാറും. കുറച്ച് ഗൗരവമുണ്ട്. വിഷയം മനസ്സിലാക്കാതെ പോകരുത്. സബബുകളെ പറയാം. ന്യൂനമർദ്ദത്തിന്റെ കാരണമായി മഴ പെയ്തു എന്ന് പറയാം. ന്യൂനമർദ്ദമാണ്, ഞാറ്റുവേലയാണ് മഴ പെയ്യിപ്പിക്കുന്നില്ല. അത് പഠിച്ചവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങളിൽ വസ്വാസം ഉണ്ടാക്കാനല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറക്കത്തിൻ, അല്ലാഹു തആല ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഇറക്കിച്ചൊരു അനുഗ്രഹമായിട്ട്. അപ്പൊ ആ മഴ പെയ്യുന്നില്ല. ഇല്ല അസ്ബഹ ഫരീഖുൻ നാസി ബിഹാ കാഫിരീൻ, ജനങ്ങളിൽ കുറച്ചാളുകൾ അതുകൊണ്ട് കുഫറിലേക്ക് എത്തിപ്പെട്ടിട്ടല്ലാതെ ആ മഴ വരുന്നില്ല. മഴ പെയ്യുമ്പോ ചില ആളുകൾ അതുകൊണ്ട് കാഫിരീങ്ങളായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ് കാഫിറായിട്ട് മാറുന്നു പറഞ്ഞാൽ, അള്ളാഹു ഇങ്ങനെ മഴ തരുമ്പോ ചില ആളുകൾക്ക് പറയും അൽ കൗകബ് കദ വകദ, കണ്ടോ ഇന്ന നക്ഷത്രങ്ങൾ കാരണമാണ് മഴ പെയ്തത് എന്ന് പറയും. അള്ളാഹനെ അവരെ വിസ്മരിക്കും. അങ്ങനെ പറയും.
പറയാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അതിന് കഴിവുള്ളവൻ അള്ളാഹുവാണ്. വാക്കുകളിൽ പോലും നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളതാണ്. ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വ കാഫിറുൻ, ചില അടിമകള് എന്നെ കൊണ്ട് വിശ്വസിക്കുന്നവരായി മാറുന്നു, ചില ആളുകൾ കാഫിരീങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഫഅമ്മാ മൻ ഖാല, ഒരാൾ പറയാണ്, മുത്തർനാ ബിഫദ്ലില്ലാ, അള്ളാന്റെ ഫളല് കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി, വറഹ്മതിഹി, അള്ളാന്റെ കാരുണ്യം കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞാൽ, ഫദാലിക മുഅ്മിനും ബി, അവൻ എന്നെ കൊണ്ട് അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവനാണ്, വകാഫിറും ബിൽ കൗകബ്, അവൻ നക്ഷത്രങ്ങളെ കൊണ്ട് നിഷേധിച്ചവനുമാണ്. വഅമ്മാ മൻ ഖാല, എന്നാൽ ഒരാൾ പറയാൻ, ബിനൗഇ കദാ വകദാ, ഇന്ന ഗോളങ്ങൾ കാരണത്താലാണ് മഴയുണ്ടായതെന്ന് പറഞ്ഞാൽ, ഫദാലിക കാഫിറും ബി, അവൻ അതുകൊണ്ട് ഈ ഞാറ്റുവേല കാരണമാണ് മഴ കിട്ടിയതെന്ന് പറഞ്ഞാൽ അവൻ അതുകൊണ്ട് അള്ളാഹിനെ കൊണ്ട് നിഷേധിച്ചവനും, വമുഅ്മിനും ബിൽ കൗകബ്, അവൻ ഗോളങ്ങളെ കൊണ്ട് വിശ്വസിച്ചവനുമാണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ശക്തമായ മഴ നമുക്ക് ചുറ്റും ഇങ്ങനെ കടന്നു വരികയാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സുകളിലൂടെ ഒരു വസ്ത്രമൊന്ന് വാഷ് ചെയ്താൽ ഉണങ്ങിക്കിട്ടാൻ പോലും പറ്റണില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. നശിച്ച മഴയാണ്, പറയാൻ പാടില്ല ഒരിക്കലും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തസുബ്ബുദ്ദഹറ ഖുസിയ ഹദീസാൻ, കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്. കാരണം അല്ലാഹു പറഞ്ഞു, ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, അല്ലാഹുവാണ് കാലം. നമ്മളൊരു കാലത്തിന് ചീത്ത പറയുമ്പോൾ അള്ളാഹിനെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ മുൻകരുതലുകൾ എടുക്കാൻ പറഞ്ഞിടത്ത് മുൻകരുതലുകൾ എടുക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ പറഞ്ഞിടത്ത്, ഒന്നും മതത്തിനെതിരെ, അത് ഖുർആനല്ലല്ലോ ഹദീസല്ലല്ലോ, അവിടൊക്കെ ഇസ്ലാമിന് പാടണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നമ്മളോട് പറഞ്ഞു, അൽ അജലതു മിനശ് ശൈത്താൻ, അമിതവേഗം ശൈത്താനിൽ നിന്നുള്ളതാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ മുൻകരുതൽ എടുക്കണം. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ അല്ലാഹു തആല ജാഗ്രത പാലിക്കണമേ എന്ന് വിശ്വാസികളെ ഉണർത്തിയിട്ടാണ്. അതുകൊണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആകാം നമ്മളോട് മുൻകരുതലുകളെ പറയുമ്പോൾ, മഴയുമായി ബന്ധപ്പെട്ട് ഒരു അവധി കിട്ടുമ്പോൾ നേരെ പുറത്തിറങ്ങി ആഘോഷാക്കാനുള്ളതല്ല. ജാഗ്രത കൈക്കൊള്ളേണ്ടടുത്ത് ജാഗ്രത കൈക്കൊള്ളാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ഒരു മഴയുടെ കെടുതികളിലൂടെ പ്രയാസപ്പെടുന്ന ആളുകളോട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതികളിലൂടെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നിടത്ത് ആവശ്യമുള്ളിടത്തേക്കാണ് സഹായങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്. ഞാനും എന്റെ കാര്യങ്ങളും നോക്കിയിരിക്കാനല്ല, സാമ്പത്തികമായി സഹായിക്കണമെന്നല്ല. നമ്മുടെ നാടാണ്, അയൽവാസികളാണ്, കുളങ്ങളും തോടുകളും നിറഞ്ഞു കവിയാൻ. പ്രിയമുള്ളവരെ, സുരക്ഷിതമില്ലാത്ത വീടുകളിലൂടെ കഴിയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സുരക്ഷിതമല്ല, സർക്കാരിന്റെ സ്ഥാപനങ്ങളിലൂടെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറുന്ന ആളുകളെ കാണാൻ പറ്റും. അവരുടെ വീടുകളിൽ നിന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നവരെ കാണാൻ പറ്റും. എന്റെ ശരീരം കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്, പ്രിയമുള്ളവരെ, ചെയ്തു കൊടുക്കാൻ ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമുള്ളത് തന്റെ സഹോദരന്റെ കാര്യത്തിന് വേണ്ടി നിലകൊള്ളലാണെന്ന് അള്ളാന്റെ മുത്ത റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരസ്പരമുള്ള സഹായങ്ങളെ ചെയ്തു കൊടുക്കാൻ, ആവശ്യമായ സന്ദർഭങ്ങൾ ഇടപെടാൻ സാമ്പത്തികമായി കഴിയുന്നവരങ്ങനെ, ശാരീരികമായി കഴിയുന്നവരങ്ങനെ, നമ്മളിലുള്ള ഒരു വസ്തുവിനെ കൈമാറ്റം ചെയ്യലാണെങ്കിൽ അങ്ങനെ ഏത് അർത്ഥത്തിലാണോ ഉപയോഗപ്പെടുത്താൻ, വിശിഷ്യ നമ്മുടെ അടുത്ത ബന്ധങ്ങള്, രക്തബന്ധങ്ങള്, കുടുംബ ബന്ധങ്ങളെ അവർക്കുള്ളൊരു താമസ സൗകര്യം ഒരുക്കുന്നിടത്ത് എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു യഥാർത്ഥ മുഅ്മിനായി വർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞത് ഈ മഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ശപിക്കാനോ പഴിക്കാനോ നമ്മൾ തയ്യാറാവരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഭാഗത്തു നിന്ന് കടന്നു വരണം. മഴ ലഭിക്കുമ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ,
അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അല്ലാഹുവേ, ഉപകാരപ്രദമായ പ്രയോജനകരമായ ഒരു മഴ ഞങ്ങൾക്ക് നൽകണേ. നമ്മൾക്ക് മഴ ലഭിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അതാണ്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. അതുപോലെ തന്നെ അതിന് നന്ദി കാണിച്ചൊരു മഴ ലഭിക്കുമ്പോൾ മുത്തിർന ബിഫളില്ലാഹ് വറഹ്മതി, ഞങ്ങൾക്ക് മഴ കിട്ടിയത് അള്ളാന്റെ ഫളൽ കൊണ്ടാണ്, അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയതെന്ന് പറയാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അളവിലുപരി നമ്മളിലേക്ക് മഴ കടന്നു വരുമ്പോൾ, മഴയുടെ ആധിക്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും അള്ളാഹുവിനോട് മനസ്സ് തുറന്നൊന്ന് പറയാൻ, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അല്ലാഹുവേ, ഞങ്ങൾക്കിപ്പോ വേണ്ട, ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് ഈ മഴയെ നീ ആക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബ് വബുതൂനിൽ ഔദിയ വമനാബിത്തിൽ അശ്ജാർ. അല്ലാഹുവേ, ഇതിന് ഞങ്ങൾക്ക് നീ ശിക്ഷയാക്കി തരല്ലേ അല്ലാഹ്. ഈ മഴകളെ മേച്ചിൽ സ്ഥലങ്ങളിലെ, മലകളിലെ, താഴ്വരകളിലെ, മരങ്ങളുടെ വേരുകളിലെ അവിടേക്കൊക്കെ നീ എത്തിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അപ്പൊ നമ്മൾ നിരന്തരം അള്ളാഹിനോടൊരു നന്ദിയുള്ള മഴ കിട്ടുമ്പോൾ അള്ളാഹിനോട് സ്വയ്യിബൻ നാഫിഅ, ഉപകാരമുള്ള മഴ തരണേ. മഴ കഴിഞ്ഞാൽ അള്ളാഹുവേ, നിന്റെ ഔദാര്യമാണ്, നിന്റെ കാരുണ്യമാണ്, അതിനോടൊരു ശുക്ർ. അങ്ങനെയാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയതെന്ന് അള്ളാഹിനോടൊരു ശുക്ർ പറയാൻ. അതല്ല, നമ്മളിലേക്ക് അളവിൽ കൂടുതലായി മഴ വരുന്നു, ഒരു ഭയപ്പാട് നമ്മളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അതിനും ഇസ്ലാമിൽ പ്രാർത്ഥനകളുണ്ട്. ഒരു ശിക്ഷയാക്കി തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് ഈ മഴ എത്തിക്കണേ അല്ലാഹ്. മരങ്ങളുടെ വേരുകളിലെ, താഴ്വരകളിലെ, പുൽമേടുകളിലെ അവിടേക്കൊക്കെ ഈ മഴയെ മാറ്റണേ. അങ്ങനെ അള്ളാഹിനോട് ഒരു ഹൃദയബന്ധത്തെ സൂക്ഷിക്കാൻ, ഒറ്റ വാക്ക് ഒരിക്കലും നന്ദി കേടുണ്ടാവാതിരിക്കാൻ. ഖുർആനിലെ സൂറത്തു ആദിയാത്തിൽ അല്ലാഹ് പറഞ്ഞ പോലെ, നാൽക്കാലി മൃഗമാകുന്ന ഒരു കുതിര അള്ളാഹ്ക്ക് വളരെ നന്ദിയുള്ള, അതിന്റെ യജമാനനോട് നന്ദി കാണിക്കുന്ന അത്ര പോലും മനുഷ്യരെ നിങ്ങൾ അള്ളാഹിനോട് നന്ദി കാണിക്കണില്ല. വൽആദിയാതി ളബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഈറാതി സുബ്ഹ ഫഅഥർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. കിതച്ചുകൊണ്ട് ദ്രുതഗതിയിൽ വേഗത്തിലോടി കുളമ്പുകളിൽ, പാറകളിൽ തട്ടുമ്പോൾ തീപ്പൊരി പാറി മനുഷ്യൻ മടിപിടിക്കുന്ന പ്രഭാത സമയത്ത് കിതച്ചോടി ഓട്ടത്തിന്റെ വേഗത, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പാറി സുബഹിന്റെ നേരത്ത് ശത്രുസേനയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടാൻ മടിയില്ലാതൊരു കുതിര, അതിന് പുല്ലും വെള്ളവും കൊടുക്കുന്ന യജമാനനോട് നന്ദി കാണിക്കുമ്പോൾ അതിനെ സത്യം ചെയ്തല്ല പറഞ്ഞ വാക്കുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂജ്. മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണെന്നല്ലോ, നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന് അല്ലാഹു തീർച്ചപ്പെടുത്തി പറയാൻ. അത്തരമൊരു അവസ്ഥയിലേക്ക് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവേ, നീ ഞങ്ങളേവരെയും ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ജലത്തിന്റെ സാഹചര്യങ്ങളിലൂടെ സ്വന്തം വീടുകളിൽ രാപ്പാർക്കാൻ കഴിയാതെ പല സ്വകാര്യ പൊതു സ്ഥാപനങ്ങളിലൊക്കെ അന്തിയുറങ്ങുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമെന്നോണം ജീവിക്കുന്ന വിശ്വാസികളായി ലോകത്ത് ദുരിതമനുഭവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ പിഞ്ചു മക്കളടക്കം ഫലസ്തീനിന്റെ ഗാസയുടെ റഫയുടെ മണ്ണിലൂടെ കഴിയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടല്ല, സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.